പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഞങ്ങളുള്ളത് തായിഫിലാണ്. ഇവിടെ നിന്ന് അൽബഹയിലേക്കാണ് അടുത്ത യാത്ര. ഏകദേശം 200ഓളം കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് അൽബഹയിലേക്ക്. തായിഫിനേക്കാൾ ഉയർന്നതും തണുപ്പുള്ളതുമായ മേഖലയാണ് അൽബഹ. സൗദി അറേബ്യയിലെ ഒരു പ്രധാന വിനോദ കേന്ദ്രമാണിത്. തായിഫിൽ നിന്ന് അൽബഹയിലേക്ക് 221 കിലോമീറ്റർ ദൂരം, 2 മണിക്കൂർ 41 മിനിറ്റ് നേരത്തെ യാത്ര. ജിദ്ദയിൽ നിന്ന് മക്ക തായിഫ് വഴി 393 കിലോമീറ്റർ ദൂരം, 4 മണിക്കൂർ 47 മിനിറ്റ് നേരത്തെ യാത്ര. മക്കയിൽ നിന്ന് നേരിട്ട് 308 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്, 3 മണിക്കൂർ 58 മിനിറ്റ് നേരത്തെ യാത്ര. സൗദി അറേബ്യയിലെ ഹിജാസ് മേഖലയിലെ ഒരു നഗരമാണ് അൽബഹ. സറാവത്ത് പർവ്വതനിരകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അൽബഹ പ്രവിശ്യയുടെ തലസ്ഥാനവും ഭരണകേന്ദ്രവുമാണ് അൽബഹ. രാജ്യത്തിൻ്റെ ശ്രദ്ധേയമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. സൗദി അറേബ്യ രാജ്യത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി വടക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ് എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മക്കയ്ക്കും തെക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന അസീറിനും ഇടയിലാണ് അൽബഹ നഗരം സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ പ്രവിശ്യകളിൽ ഏറ്റവും ചെറുതാണ് ഇത്. 11,000 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം. വടക്ക് തായിഫ്, കിഴക്ക് ബീഷ, പടിഞ്ഞാറ് ചെങ്കടലിൻ്റെ തീരത്തുള്ള അൽ കുൻഫുദ എന്നിവയുൾപ്പെടെ നിരവധി നഗരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. പ്രകൃതിദത്ത വൃക്ഷങ്ങളും കാർഷിക പീഠഭൂമികളും നിറഞ്ഞ ഒരു പ്രദേശമാണ് ഈ ടൂറിസ്റ്റ് നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ 6 പട്ടണങ്ങൾ ഉൾപ്പെടുന്നു. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബൽജാർഷി, അൽ മന്തഖ്, അൽ മഖ്വ എന്നിവയാണ്. കൂടാതെ പ്രവിശ്യയുടെ മധ്യഭാഗത്തുള്ള അൽബഹ നഗരവും ഇതിൽ ഉൾപ്പെടുന്നു. പ്രവിശ്യയിൽ 31 ഭരണകേന്ദ്രങ്ങളുണ്ട്. ജനസംഖ്യ 3,33,174 2022 സെൻസസ് പ്രകാരം. പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ട ഈ പ്രവിശ്യയിൽ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പേർഷ്യൻ ഗൾഫ് മേഖലകളിൽ നിന്നുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന വനങ്ങൾ, വന്യജീവി മേഖലകൾ, താഴ്വരകൾ, പർവ്വതങ്ങൾ എന്നിവയും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. റഹ്ദാൻ, ഗോംസാൻ, ഫായിഖ്, അൽജബൽ എന്നീ വനങ്ങളും മറ്റു നിരവധി ചരിത്ര പുരാവസ്തു സ്ഥലങ്ങളും ഇതിൽപ്പെടുന്നു. 53ലധികം വനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഗാമിദ്, സഹ്റാൻ ഗോത്രങ്ങളുടെ ജന്മദേശമാണ് അൽബഹ. ഭൂമിശാസ്ത്രപരമായി 3 വ്യത്യസ്ത ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. താരതമ്യേന ഉയർന്ന വാർഷിക മഴ കാരണം മിതശീതോഷ്ണ കാലാവസ്ഥയും സമ്പന്നമായ സസ്യജാലങ്ങളുമുള്ള ഉയർന്ന ഹിജാസ് പർവ്വതനിരകൾ ഉൾക്കൊള്ളുന്ന സാറ വളരെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയും ശരാശരി വളരെ കുറഞ്ഞ മഴയുമുള്ള ഹെജാസിൻ്റെ പടിഞ്ഞാറുള്ള താഴ്ന്ന പ്രദേശമായ തിഹാമ, തണുത്ത ശൈത്യകാലം, ചൂടുള്ള വേനൽക്കാലം, അപൂർവ സസ്യജാലങ്ങൾ എന്നിവയുള്ള സമുദ്രനിരപ്പിൽ നിന്ന് 1550 മുതൽ 1900 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങൾ അടങ്ങിയതാണ് അൽബഹ പ്രവിശ്യ. അൽബഹയിലെ ചെറിയൊരു അങ്ങാടിയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്തിരിക്കുന്നത്. ഈ കുന്നിൻ പ്രദേശത്തുമുള്ള ഇവിടുത്തെ റോഡ് സൗകര്യം നോക്കുക. 4 ലൈനായി 1 വേ റോഡുകൾ ഇരുഭാഗത്തുമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. ഉയരമുള്ള കിഴക്കൻ കുന്നുകൾ, ജനസംഖ്യയിലും വിസ്തൃതിയിലും പ്രവിശ്യയിലെ ഏറ്റവും വലിയ നഗരം ബുൽജു രാഷിയാണ്. രണ്ടാമത്തേത് അൽ മന്തഖ് ആണ്. തഹാമയിൽ 2 പ്രധാന നഗരങ്ങളുണ്ട്. ബിൽവ,
അൽ-മിഖ്വ. പ്രധാന ഗോത്രങ്ങളായ ഗാമിദ്, സഹ്റാൻ എന്നിവയിൽ നിന്ന് ശാഖകളായി 18 ഗോത്രങ്ങളാണ് ഇവിടെ വസിക്കുന്നത്. പ്രവിശ്യയിൽ സ്ഥിരതാമസമാക്കിയ 13 ഗോത്രങ്ങളും 5 നാടോടി ഗോത്രങ്ങളുമുണ്ട്. കച്ചവടവും കൃഷിയുമായാണ് ഇവർ ഇവിടെ ജീവിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ കാലാവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുന്നു. ചൂടുള്ള ചില പ്രദേശങ്ങളും നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന കുന്നിൻ ചെരുവുകളും അടങ്ങിയതാണ് അൽബഹ. പൊതുവെ പറഞ്ഞാൽ അൽബഹയിലെ കാലാവസ്ഥ സൗമ്യമാണ്. താപനില ഏകദേശം 7 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മുതൽ 32.3 സെൻറ്റിഗ്രേഡ് വരെ. സമുദ്രനിരപ്പിൽ നിന്ന് 2500 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 8200 അടി ഉയരത്തിൽ. നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് തന്നെ നമുക്ക് ഈ ഭൂപ്രകൃതിയുടെ വൈവിധ്യം മനസ്സിലാക്കാവുന്നതാണ്. ഈ മേഖല നോക്കുക, ഇവിടെ മൂടൽമഞ്ഞ് പ്രത്യക്ഷപ്പെടുന്നതായി കാണാം. കുറേ കൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ മൂടൽമഞ്ഞ് കനത്തു വരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല. വളരെ പ്രശാന്തമായൊരു അന്തരീക്ഷമാണ് ഇവിടെ കാണുന്നത്. അപ്രതീക്ഷിതമായി മഞ്ഞും മഴയും തണുപ്പും ചൂടുമെല്ലാം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ മേഖല. നമ്മൾ അൽബഹയുടെ മുകളിലേക്ക് കയറി പോകും തോറും സസ്യജാലങ്ങളും ഒറ്റപ്പെട്ട പുൽമേടുകളുമൊക്കെ കാണാവുന്നതാണ്. മൂടൽമഞ്ഞിൻ്റെ പ്രഭാവം കൂടിക്കൂടി വരുന്നതായി കാണുന്നു. ഈ പ്രദേശത്തൊക്കെ തണുപ്പ് കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുന്നിൻ ചെരുവും താഴ്വാരങ്ങളും ഒരു അഭൗമ സൗന്ദര്യമാണ് ഇവിടെ സന്ദർശകർക്ക് നൽകുന്നത്. കുന്നിൻ മുകളിലേക്ക് എത്തുന്തോറും റോഡ് ഇടുങ്ങിയിരിക്കുന്നു. എന്നാൽ ഇവിടെ നിന്നുള്ള ഈ കാഴ്ചകൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ക്യാമറകൾക്ക് ഒപ്പിയെടുക്കാനും കഴിയില്ല. സമുദ്രനിരപ്പിൽ നിന്ന് 2500 മീറ്റർ, അതായത് 8200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ സൗദി അറേബ്യൻ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അൽബഹയുടെ കാലാവസ്ഥ വേനൽക്കാലത്ത് മിതവും ശൈത്യകാലത്ത് തണുപ്പുമാണ്. മിതമായ കാലാവസ്ഥയും പ്രകൃതി ദൃശ്യങ്ങളും ആഗ്രഹിക്കുന്ന സന്ദർശകരെ ഈ പ്രദേശം വളരെയധികം ആകർഷിക്കുന്നു. തീരത്ത് താഴ്ന്ന പ്രദേശമായ പ്രവിശ്യയിലെ തഹാമ പ്രദേശത്ത് വേനൽക്കാലത്ത് ചൂടുള്ള കാലാവസ്ഥയും ശൈത്യകാലത്ത് തണുപ്പുള്ള കാലാവസ്ഥയുമാണ്. ഈർപ്പം 52% മുതൽ 67% വരെയാണ്. നമ്മളിതാ ഇപ്പോഴൊരു തുരങ്കത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള അനേകം തുരങ്കങ്ങൾ അടങ്ങിയതാണ് ഈ ചുരം. അസാറ എന്നറിയപ്പെടുന്ന പർവ്വത പ്രദേശത്ത് വേനൽക്കാലത്തും ശൈത്യകാലത്തും കാലാവസ്ഥ തണുപ്പായിരിക്കും. പർവ്വത പ്രദേശത്ത് 223 മുതൽ 581 വരെ മില്ലിമീറ്റർ മഴ ലഭിക്കുന്നു. ഈ മേഖലയിലുടനീളമുള്ള ശരാശരി വാർഷിക മഴ 100 മുതൽ 250 മില്ലിമീറ്റർ വരെയാണ്.
ഇതായിയുടെ മറ്റൊരു തുരങ്കം. തുരങ്കത്തിൽ നിന്നും പുറത്തു കടന്നു വരുന്ന നമ്മെ എതിരേൽക്കുന്നത് ഒരു മൂടൽമഞ്ഞാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അൽ സാഫിർ, അതായത് ഖറിയത്തുൽ ലൈഫ്, അന്ന് ബലാദ് ഗംഗ് എന്നറിയപ്പെടുന്ന പ്രദേശത്തിൻ്റെ ഭരണകേന്ദ്രമായിരുന്നു. എന്നാൽ സൗദി അറേബ്യൻ സർക്കാർ സ്ഥാപിതമായതോടെ 1925 ഖാമും സഹ്റാനും ഒരു യൂണിറ്റായി ഭരിക്കപ്പെട്ടു. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് താരതമ്യേന വലിയ ഒരു ഇരുൾ നിറഞ്ഞ ടണലിലൂടെയാണ്. ടണലിലെ ബൾബുകൾ പ്രകാശിക്കുന്നില്ല. തദ്ദേശീയ ഭരണകൂടത്തിൻ്റെ ആസ്ഥാനം എൽ സാഫിറിന് 15 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന പട്ടണമായ ബെൽജൂരാഷിലേക്ക് മാറ്റി. ഗാമിദ്, സഹ്റാൻ ഗോത്രങ്ങൾ അൽബഹയിലെ തദ്ദേശീയ ജനങ്ങളാണ്. ഈ പ്രദേശത്തെ ഗോത്രങ്ങൾ പുരാതന അറേബ്യൻ മംലക്കത്ത് സഭയിൽപ്പെടുന്നു. ഇരുളറിഞ്ഞ ഗുഹയിൽ നിന്ന് നമ്മൾ പുറത്തു വന്നിരിക്കുകയാണ്. പുറത്ത് മഞ്ഞ് വ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഉത്ഭവിച്ച ഗോത്രഭരണം പിന്നീട് സിറിയ, ലബനാൻ എന്നീ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. അബിസീനിയയിലെ പ്രശസ്തമായ ആക്സം സംസ്ഥാനം ഇവർ സ്ഥാപിച്ചതായി ചരിത്രകാരന്മാർ റിപ്പോർട്ട് ചെയ്യുന്നു. അൽബഹ പരമ്പരാഗതമായ ഗോപുരങ്ങൾക്കും പേരുകേട്ടതാണ്. അവയെ അറബിക് ഭാഷയിൽ കസ്ബ എന്നാണ് വിളിക്കുന്നത്. അൽബഹ വാസ്തുവിദ്യയിൽ സവിശേഷമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന പ്രദേശമാണ്. കസ്ബ ഗോപുരങ്ങൾ അവയുടെ പ്രവർത്തനത്തെ ചുറ്റിപ്പറ്റിയാണ് ഒരു വിവാദം. നിരീക്ഷണാലയങ്ങളായിരുന്നു എന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. മറ്റു ചിലർ കളപ്പുരകളായി ചിത്രീകരിക്കുന്നു. താരതമ്യേന വലിയ മറ്റൊരു ടണലിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അൽബഹയ്ക്കുള്ള ഈ ചുരത്തിൽ ധാരാളം ടണലുകൾ കാണാം. അതുപോലെ തന്നെ പാലങ്ങളുമുണ്ട്. ഇത് നമ്മൾ പറഞ്ഞു നിൽക്കെ തന്നെ അടുത്ത ടണൽ ദൂരെ കാണാം. ചുരത്തിലെ വളവുകളും തിരിവുകളും അതുപോലെ തന്നെ കയറ്റങ്ങളും ഇറക്കങ്ങളും ഒരു പരിധിവരെ കുറക്കുന്നത് ഈ ടണലുകളാണ്. ടണലിലൂടെ കടന്നു പോകുന്ന വാഹനത്തിൻ്റെ കാതടപ്പിക്കുന്ന ശബ്ദങ്ങൾ ഈ ടണലിൽ കിടന്ന് പ്രതിധ്വനിക്കുകയാണ്. ഈ ടണലും കടന്ന് നമ്മൾ എത്തിച്ചേരുന്നത് മറ്റൊരു താഴ്വാരത്തിലേക്കാണ്. അൽബഹയിൽ നിന്ന് ഏകദേശം 24 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് തിഹൈൻ ഗ്രാമം. മാർബിൾ ഗ്രാമം എന്നും ഇതറിയപ്പെടുന്നു. ഇതിലൂടെ ഒഴുകുന്ന ഒരു അരുവി അവിടെയുള്ള ഈന്തപ്പനത്തോട്ടങ്ങൾ സമൃദ്ധമാക്കുന്നു. മാർബിൾ ഗ്രാമം എന്നറിയപ്പെടുന്ന ഈ ഗ്രാമം സൂര്യാസ്തമയ സമയത്ത് തിളങ്ങുന്നു. ഇവിടെയുള്ള ഈ കുന്നിൻ പ്രദേശങ്ങളും താഴ്വാരങ്ങളും ഒരു നല്ല വൈബുളവാക്കുന്ന കാഴ്ചയാണ് സഞ്ചാരികൾക്ക് നൽകുന്നത്.
നമ്മുടെ വാഹനം അൽബഹ കുന്നിൻ മുകളിലൂടെ ടൗണിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തെ ശൈത്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അനിർവചനീയമായ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. തുരങ്കങ്ങളും ചുരങ്ങളും പാലങ്ങളും പിന്നിട്ട് നമ്മുടെ വാഹനം അൽബഹയിലേക്ക് കുതിക്കുകയാണ്. പ്രകൃതിയൊരുക്കുന്ന ഈ മായാവിലാസം വാക്കുകളിലൂടെയോ ക്യാമറകളിലൂടെയോ ചിത്രീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. തുരങ്കങ്ങളിതാ അവസാനിക്കുന്നില്ല, അനിശ്ചിതം തുടരുകയാണ്. തിയൈൻ ഗ്രാമം പഴങ്ങൾക്കും വാഴത്തോട്ടങ്ങൾക്കും പേരുകേട്ടതായിരുന്നു. ഏകദേശം 400 വർഷം പഴക്കമുണ്ട് ഈ ഗ്രാമത്തിന്. ഓട്ടോമൻ തുർക്കികൾക്കിടയിലെ യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഗ്രാമമാണ് തിയൈൻ. അടുത്തുള്ള പർവ്വതങ്ങളിൽ നിന്ന് നിരവധി ജലസംഭരണികളിലേക്ക് തുടർച്ചയായി ഒഴുകുന്ന ഒരു ഐൻ, അതിൻ്റെ പേരിലാണ് ഈ തിയൈൻ ഗ്രാമം അറിയപ്പെടുന്നത്. ഓരോ കുളത്തിനും അതിൻ്റേതായ ഓരോ പേരുണ്ടായിരുന്നു. താഴ്വരകളിലൊന്നിൽ ഒരു മനുഷ്യൻ തൻ്റെ വടി നഷ്ടപ്പെട്ടതായി പറയുന്ന ഒരു പ്രാദേശിക ഐതിഹ്യം ഈ ഗ്രാമത്തിനുണ്ട്. അത് വീണ്ടെടുക്കാൻ അദ്ദേഹം ഗ്രാമത്തിലെത്തുന്നതുവരെ അത് പിന്തുടർന്നു. അതിലെ നിവാസികളെ കൂട്ടി നീരുറവ ഒഴിച്ച ശേഷം തൻ്റെ വടി കണ്ടെടുത്തു എന്ന് പറയപ്പെടുന്നു. അന്തരീക്ഷമിത മേഘാവൃതമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മഴ ഒത്തുവരുന്ന ലക്ഷണമുണ്ട്. മറ്റൊരു തുരങ്കത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. മൂടൽമഞ്ഞിൻ്റെ മൂടുപടം കൂടുതൽ ശക്തമായിരിക്കുന്നു. വാഹനങ്ങൾ എതിരെ വരുന്നവ കാണാത്ത രീതിയിൽ മഞ്ഞ് മൂടിക്കഴിഞ്ഞു. വളരെ സൂക്ഷിച്ചാണ് ഓടിക്കുന്നത്. മഞ്ഞ് ലൈറ്റൊക്കെ തെളിച്ചുകൊണ്ടാണ് എല്ലാവരുടെയും വരവ്. മങ്ങിയ കാഴ്ചകളിലൂടെ ഞങ്ങളുടെ വാഹനവും വളരെ സൂക്ഷ്മതയോടെ മന്ദം മുന്നോട്ട് നീങ്ങുകയാണ്. വളരെ പണിപ്പെട്ട് കണ്ണ് ഉറക്കെ തുറന്നാണ് ഷിംനോ വണ്ടി ഓടിക്കുന്നത്. കുറച്ചു നേരം നിർത്തിയിടേണ്ടി വരുമോ എന്നുകൂടി ശങ്കിച്ച അവസരമുണ്ട്. വളരെ സാഹസപ്പെട്ട് വണ്ടി മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരുന്നു. ഏതായാലും മൂടൽമഞ്ഞ് കുറച്ചൊന്ന് അകന്നിരിക്കുകയാണ്. പുതിയ താഴ്വരകൾ നവീന കാഴ്ചകളുടെ വാതായനങ്ങൾ തുറക്കുകയാണ് ഇവിടെ. അൽബഹയിലെ ദിയൈൻ ഗ്രാമത്തിലേക്കുള്ള റോഡ് പോലും ശ്രദ്ധേയമാണ്. നിരവധി ചരിത്രപരമായ കല്ലും സ്ലേറ്റ് ഗോപുരങ്ങളും വഴിയിൽ ചിതറിക്കിടക്കുന്നു. 1001 ഗോപുരങ്ങളുടെ മേഖല എന്നാണ് അൽബഹ മേഖല അറിയപ്പെടുന്നത്. ഒരിക്കൽ എതിരാളികളായ ഗോത്രങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളെയും റോഡുകളെയും തോട്ടങ്ങളെയും സംരക്ഷിക്കുന്നതിനായി ഇത് നിർമ്മിച്ചു. ഈ ഗോപുരങ്ങളിൽ പലതും ഇന്ന് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പലതും പൂർണ്ണമായോ ഭാഗികമായോ അവശിഷ്ടങ്ങളായി മാറിയിരിക്കുന്നു. രാജ്യത്തിനകത്തും പുറത്തു നിന്നുമുള്ള സന്ദർശകരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത് 53-ലധികം വനങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റഗ്ദാൻ വനം.
ഇത് നഗരത്തിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. 6 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വനമാണ് റാഗതാൻ വനം. കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങളും മറ്റും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. അൽബഹയുടെ വടക്കു ഭാഗത്ത് 55 കിലോമീറ്റർ അകലെയാണ് അംദാൻ വനം സ്ഥിതി ചെയ്യുന്നത്. ഒലിവ് മരങ്ങൾ, അറാർ കുറ്റിച്ചെടികൾ, മറ്റു പ്രകൃതിദത്ത സസ്യങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് ഇത്. അൽബഹയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വാദി ഫിക്, അപ്രിക്കോട്ട്, മാതള നാരങ്ങ, മുന്തിരിത്തോട്ടങ്ങൾ എന്നിവയാൽ സമ്പന്നമായ ഒരു പച്ചത്താഴ്വരയാണ്. വാദി അൽ അഗീഖിലെ വനം അൽബഹയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയാണ്. വിവിധ ഫലവൃക്ഷങ്ങളും ഉയരമുള്ള താമരകളും കൊണ്ട് സമ്പന്നമാണ് ഈ വനം. അൽ ഹഗീഖ് നഗരത്തിലാണ് അൽബഹ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. അൽബഹയിൽ നിന്ന് 30 കിലോമീറ്റർ തെക്കായിട്ടാണ് അൽ ഖരാര വെള്ളച്ചാട്ടം. മക്വയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഷാദ പർവ്വതം, അതായത് ജബൽ ഷാദ. ഉയരതലത്തിലുള്ള അമേച്ചർ പർവ്വതാരോഹകരെ ആകർഷിക്കുന്ന അപൂർവമായ പാറക്കെട്ടുകൾ ഇവിടെയുണ്ട്. അൽബഹയ്ക്കും അബഹയ്ക്കും ഇടയിലുള്ള അസീർ പർവ്വതനിരകളിലാണ് അറേബ്യൻ പുള്ളിപ്പുലി കാണപ്പെടുന്നത്. വടക്കുള്ള ഹിജാസ് പർവ്വതനിരകളിലും ഇത് കാണപ്പെടുന്നു. ഹിജാസ് മേഖലയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അൽബഹയുടെ ആസ്ഥാനം അൽബഹ തന്നെയാണ്. അൽമിക്വ, അൽ ജറോഷി, ദഹവത്ത് അൽബാർ, സബത്ത് അലാലയ എന്നിവയാണ് മറ്റു പ്രധാന പട്ടണങ്ങൾ. നമ്മളിതാ അൽബഹയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അൽബഹയിലെ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ വിടാം.